ഹായ്. ഫ്രോസൺ ഷോൾഡർ അഥവാ അഡ്ഹസീവ് ക്യാപ്സുലൈറ്റിസ് എന്ന് പറയും. യൂഷ്വലി കുറച്ച് പ്രസൻറ്റ് ചെയ്യുന്നത് കാഷ്വാലിറ്റിയിലും അല്ലെങ്കിൽ ഒ പിയിലൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നത് ഷോൾഡർ പെയിൻ ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് കാലമായിട്ട് ഷോൾഡർ സ്റ്റിഫ് ആവുന്നതായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്. ഇത് യൂഷ്വലി ഒരു 40 years എബോവ് ആയുള്ള ആൾക്കാരിലോ ഒക്കെയാണ് യൂഷ്വലി കാണുന്നത്. കൂടുതൽ സ്ത്രീകളിലാണ് കാണുന്നത്. അതിനകത്ത് അസോസിയേറ്റഡ് ആയ കണ്ടീഷൻസ് ലൈക്ക് ഡയബറ്റീസ്, തൈറോയിഡ്, ഹൈപ്പോതൈറോയിഡ് കണ്ടീഷൻസ്, ഇങ്ങനെയുള്ള കണ്ടീഷൻസിലാണ് യൂഷ്വലി കണ്ടുവരുന്നത്. പക്ഷേ ഇതൊരു സെൽഫ് ലിമിറ്റിംഗ് ഡിസീസാണ്. ഇതിന് പ്രത്യേകിച്ച് കാരണമില്ലാതെയും വരാം. ഒരു സുപ്രഭാതത്തിൽ പെയിൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ആ പെയിൻ കാരണം കൈ അനക്കം കുറയുന്നു. മുമ്പേ അനക്കം കുറഞ്ഞിട്ടുണ്ടാവാം, പക്ഷേ അല്ലാതെ തന്നെ അനക്കം ഈ പെയിൻ കാരണം കുറയുന്നു. അതൊരു സൈക്കിളായിട്ട് കണ്ടിന്യൂ ചെയ്തിട്ട് അവസാനം ഷോൾഡർ ആകെ മൊത്തം സ്റ്റിഫായി പെയിൻ കൂടി ആയിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്. ഇതിനൊരു 3 സ്റ്റേജ് ഉണ്ട്. ഒരു ഐസ് ആവുന്ന സ്റ്റേജ്, ആസ് ഇൻ ഫ്രോസൺ ഷോൾഡർ എന്നുള്ള പേര് കൊണ്ട് തന്നെ ഐസ്, ഫ്രോസൺ, തോയിങ്, ഇങ്ങനൊരു ഇതുണ്ട്. എന്ന് വെച്ചാൽ കട്ടിയാകുന്നു, പിന്നെ കട്ടിയായി, പിന്നെ അത് തണുക്കുന്നത്. സെൽഫ് ലിമിറ്റിംഗ് ആയുള്ള ഡിസീസാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് യൂഷ്വലി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ഫ്രാക്ചറോ അല്ലെങ്കിൽ റൊട്ടേറ്റർ കഫ് ഇഞ്ചുറിയോ വേറെ എന്തെങ്കിലും കാരണം നമ്മൾ കൈ കൂടുതൽ അനക്കാതെ കുറേ കാലം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇത് സ്റ്റിഫാവും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് പെയിൻ ജനറേറ്റ് ആവും. പെയിൻ കൂടുന്നത് കാരണം പിന്നെയും നമ്മൾ അനക്കാതെയാവും. ഇതിനെന്താ ഒരു പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി ഈ ഒരു സ്റ്റേജിൽ, ഈ സ്റ്റിഫായി അല്ലെങ്കിൽ പെയിൻ ഉള്ള സ്റ്റേജിൽ നമ്മളിതിനെ ഫിസിയോതെറാപ്പി മെയിൻറ്റെയിൻ ചെയ്യണം, റേഞ്ച് ഓഫ് മോഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. കുറച്ച് കാലം കഴിയുമ്പോൾ, മേ ബി 6 months അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ ഇത് തനിയെ റിസോൾവ് ചെയ്യും. സെൽഫ് ലിമിറ്റിംഗ് കണ്ടീഷനാണ്. അപ്പോൾ ഇത് റിസോൾവ് ആവുന്നത് വരെ നമ്മൾ ഫിസിയോതെറാപ്പി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ ഇതിൻ്റെ ജോയിൻറ്റിൻ്റെ ഫങ്ഷനാലിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന് മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ആയി എന്ന് പറയാൻ വേണ്ടി മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഒന്നുമില്ല. ഈ കണ്ടീഷൻസിനെ, ആസ് ഇൻ തൈറോയിഡ് അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ളതിനെ എല്ലാം കൺട്രോൾ ചെയ്യുക. ആ കോമോബിഡ് കണ്ടീഷൻസിനെ കൺട്രോൾ ചെയ്യുക. പിന്നെ പെയിനിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പെയിൻ മെഡിക്കേഷൻസ് എടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഫിസിയോതെറാപ്പി മെയിൻറ്റെയിൻ ചെയ്യുക. അറ്റ് വൺ പോയിൻറ്റ് ഈ ഡിസീസ് കൺട്രോൾഡ് ആവും, പെയിൻ കൺട്രോൾഡ് ആവും. അപ്പോൾ നമ്മുടെ ജോയിൻറ്റ് വിൽ ബി ഫ്രീ ആൻഡ് മൊബൈൽ. So take care of this condition, and if you have doubts about this, come and meet your orthopedic surgeon and take his advice. ഇതിനോടൊപ്പം തന്നെ ചില സമയം ഈ ട്രീറ്റ്മെൻറ്റ്സും എല്ലാം പോരാതെ വരും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഷോൾഡർ ജോയിൻറ്റിൽ ഇൻട്രാ ആർട്ടിക്കുലർ ആയിട്ട്, എന്ന് വെച്ചാൽ ഷോൾഡർ ജോയിൻറ്റിൻ്റെ ഉള്ളിലേക്ക് സ്റ്റിറോയിഡ് ഇഞ്ചെക്ഷൻസോ അല്ലെങ്കിൽ പെയിൻ കില്ലേഴ്സ് ഇഞ്ചെക്ട് ചെയ്ത് വെച്ച പെയിനിനെ കൺട്രോൾ ചെയ്യുകയോ ചെയ്യാം. ഇതൊന്നും വരാതെ വരുമ്പോൾ നമുക്കൊരു റെയറായിട്ട് അല്ലെങ്കിൽ ഒരു എൻഡ് പോയിൻ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ ആർത്രോസ്കോപ്പിക്കലി, ആസ് ഇൻ കീ ഹോൾ സർജറി വഴി ഈ ഷോൾഡറിലെ ക്യാപ്സ്യൂളിനെ ഒന്ന് റിലീസ് ചെയ്ത് കൊടുക്കാനും പറ്റും. പക്ഷേ ദ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഇസ് ഫിസിയോതെറാപ്പി. ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുക, ദിസ് ഇസ് എ സെൽഫ് ലിമിറ്റിംഗ് ഡിസീസ്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ആലോചിച്ച് കൂടുതൽ ടെൻസ്ഡ് ആവേണ്ട കാര്യവുമില്ല. കീപ്പ് യുവർ ഫിസിയോതെറാപ്പി ഗോയിങ്. ചിലപ്പോൾ 6 മാസം, ചിലപ്പോൾ 3 മാസം, ചിലപ്പോൾ 6 മാസം, ചിലപ്പോൾ 1 വർഷം, ചിലപ്പോൾ 2 വർഷം. ഇറ്റ് ഇസ് എ സെൽഫ് ലിമിറ്റിംഗ്. അത് തീരുമാനിക്കും എപ്പോഴാണ് ഡിസീസ് പോകണം എന്നുള്ളത്. പക്ഷേ അതുവരെ we can take care of it by keeping our physiotherapy and our diet and our comorbidities in check. Thank you.